പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത പുറത്തിരിക്കുകയാണ്. പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നു. തുക ഇന്ന് സർക്കാരിൻ്റെ കയ്യിലെത്തും. വിതരണം വെള്ളിയാഴ്ച മുതൽ. വിശദമായിട്ട് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും ക്ഷേമ പെൻഷൻ എത്താൻ പോകുന്നു. അതും 1600 അല്ല, 3200. സന്തോഷ വാർത്തയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. സർക്കാർ സഹായം ക്ഷേമനിധി ബോർഡ് വഴി സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. ഇതിനൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ തനത് തുകയും ഒരു മാസത്തെ കുറിച്ച് കൂടി 3200 ബജറ്റിന് മുമ്പാകെ എത്തിച്ച് ജനങ്ങളുടെ കയ്യിൽ എത്തിച്ച് നൽകാനാണ് സർക്കാർ തീരുമാനം. ഇത് കൂടാതെ ചിലപ്പോൾ, അത് ഉറപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ ബജറ്റിന് മുമ്പാകെ അടുത്ത മാസത്തെ പെൻഷനുകളെ എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ 4800 നമ്മുടെ കൈകളിൽ ഈ ഒരു മാസത്തിന് പിന്നാലെ 4800 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനും കൈകളിൽ എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ വിതരണം വെള്ളിയാഴ്ച മുതലാണ് എത്തിച്ചേരുന്നത്. 3200 ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുന്നത്. 2 മാസത്തെ തുക വിതരണം, അതായത് കുടിശ്ശിക തുകയും തനത് ജനുവരി മാസത്തിൽ 1600 രൂപ ഇങ്ങനെ ചേർത്ത് 3200 62 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളിയാഴ്ച വിതരണം ചെയ്യുന്നത്. 1500 കോടി രൂപയാണ് ഇതിനു വേണ്ടി സർക്കാർ കടമെടുക്കുന്നത്. സർക്കാർ വീണ്ടും കടമെടുക്കാൻ തീരുമാനിച്ചു. 1500 കോടി ഇന്ന് മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ച് കടമെടുക്കുകയാണ്. ഇത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സർക്കാരിൻ്റെ കയ്യിൽ ലഭിക്കും. നമുക്ക് വെള്ളിയാഴ്ച തൊട്ട് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും. ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും മുമ്പിൽ കണ്ടുകൊണ്ടാണ് ആനുകൂല്യങ്ങളൊക്കെ സർക്കാർ വേഗത്തിൽ തീർക്കാൻ നോക്കുന്നത്, കുടിശ്ശിക തുക അടക്കം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങളെ തേടിയെത്തുള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭത്തിൽ പ്രതീക്ഷയോടെ വിഷ്ണു ക്രിയേഷൻസ് എന്നും നിങ്ങളോടൊപ്പം, നിങ്ങളുടെ സ്വന്തം ചാനൽ. സത്യസന്ധമായ ന്യൂസുകൾ മാത്രമാണ് ഈ ചാനലിലൂടെ പുറത്തുവിടുന്നത്.